ഒരു പെൺകുട്ടി അടുക്കളയിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഗ്യാസ് തീർന്ന പോലോ കുക്കിങ്ങോ ഒന്നുമല്ല, അത് സവോളരിയല്ല. ഞാനെന്താ ഈ കരയുന്നതെന്നല്ലേ? എന്ന് ചിരിച്ചോണ്ടിരിക്കുന്ന ഞാൻ എന്തിനാ ഇന്ന് കരഞ്ഞോണ്ടിരിക്കുന്നതെന്നല്ലേ? എന്നാ പറയാനാന്നേ, ഒരു പരിപാടിക്ക് ഇറങ്ങിയതാ. ഇത് ചുമന്നുള്ളി, ഈ ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് സവോളയും ചുമന്നുള്ളി ഒന്നും പറ്റിയില്ല. അതരിഞ്ഞാൽ ഞാൻ കരയും. നമ്മളെ കരയിപ്പിക്കും. നിങ്ങൾക്ക് അങ്ങനെയാണോ? ഞാനേ ഇച്ചിരി അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. സാധാരണ നമ്മുടെ വീട്ടിൽ അട ഉണ്ടാക്കുന്നത് ഇച്ചിരി ചുമ്മാ തേങ്ങയും ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് ഇച്ചിരി ഉപ്പും ചേർത്ത് ചുമ്മാ ഇളക്കി കൈ കൊണ്ട് ഇങ്ങനെ കൈ നനച്ച് കല്ലിൽ പരത്തിയെടുക്കുവാണ്. ഇത് കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ അടയുടെ കാര്യം പറഞ്ഞപ്പോൾ എന്നോട് ജോലി ചെയ്യുന്ന ചേച്ചിമാരെന്നോട് പറഞ്ഞു, അതിനകത്ത് കുറച്ച് ചുമന്നുള്ളിയും വറ്റലമുളക് പച്ചമുളകും ഇഞ്ചിയും കരിവേപ്പിലൊക്കെ കുനുകുനാന്ന് അരിഞ്ഞിട്ട് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി അതിനകത്തോട്ട് ഈ പറഞ്ഞ പോലെ മാവ് ഗോതമ്പ് പൊടിയൊക്കെ ചേർത്ത് പരത്തി ഉണ്ടാക്കും. ഭയങ്കര ടേസ്റ്റാണ്. ഇച്ചിരി നെയ്യും ചേർത്ത് ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അവിടെ ഒരാൾക്ക്, എനിക്ക് ജലദോഷം, ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരു ഫ്ലൂവിൻ്റെ ഫ്ലൂ എന്ന് തുടങ്ങുമ്പോൾ അവിടെ ഒരാൾക്ക് തുടങ്ങിക്കഴിയും. ക്ഷീണം, കിടപ്പ് രോഗിയായി, വിശക്കുന്നെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ ഓർത്തന്നെ ഇത് ഉണ്ടാക്കിയേക്കാന്ന്. ഒന്നും ഉണ്ടാക്കി വെച്ചില്ലായിരുന്നു. നീ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതൊക്കെ അല്ലേ ഉള്ളൂ. ഇതെങ്ങാനും ശരിയായില്ലെങ്കിൽ ഞാൻ അടയ്ക്ക് വള്ളിയിട്ട് എല്ലാത്തിനും കൊടുക്കും. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണേ. പറഞ്ഞ് ചായ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പറഞ്ഞ് അനുസരിച്ചൊന്ന് ഉണ്ടാക്കിയേക്കാം. ഇമാതിരി അത്രയ്ക്ക് ടേസ്റ്റ് ആണോ എന്ന് പരീക്ഷ നോക്കാം അല്ലേ? ഇങ്ങനെയല്ലേ ഓരോ പരീക്ഷണങ്ങൾ നടക്കുന്നത്. പിന്നെ ഇവിടെ ഒരു കാര്യമുണ്ട്, എന്നെ വെറൈറ്റി ഉണ്ടാക്കി കൊടുത്താലും അത് കഴിച്ചു പോലും നോക്കാതെ ഓ ഇതാണോ, എനിക്കൊന്നും വേണ്ടാന്ന് പറയും. അതുകൊണ്ട് നമുക്കങ്ങ് മടിയാന്നേ. ഇതെങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്നെ കണ്ടിട്ട് പനിയുടെ ഒരു ലക്ഷണവും തോന്നുന്നില്ല അല്ലേ? അതിന്ന് പുറത്ത് പോയായിരുന്നേ. അപ്പൊ കണ്ണൊക്കെ ഒന്ന് എഴുതുക, അല്ലെ ഒരുമാതിരി ചത്ത കിളിയുടെ കൂട്ടിരിക്കുന്നു. അപ്പൊ ഒന്ന് കണ്ണൊക്കെ ഒന്ന് എഴുതിയതിന്റെ ഇച്ചിരി ഉണ്ട് കേട്ടോ. അല്ല പനി പിടിച്ച് ഞാൻ മേക്കപ്പ് ഇട്ടിരിക്കുന്നൊന്നും അല്ലേ, തെറ്റിദ്ധരിക്കല്ലേ. നല്ല സവോളയും പച്ചമുളകും കൂടെ നല്ല ഞെരടി അങ്ങ് എടുക്കണമെന്ന് നമുക്ക് മനസ്സിൽ ഇഷ്ടമുള്ളവരെ അങ്ങ് വിചാരിച്ചാൽ മതി. ഞാൻ ഇപ്പൊ ജസ്റ്റ് അവിടെ ജലദോഷം പിടിച്ച് പനിയും പിടിച്ചോണ്ടോ ഇരിപ്പില്ലേ, മനസ്സിൽ നന്നായിട്ട് ഞെരടാൻ പറ്റും. അതെ ഇങ്ങനെ. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ അട ഉണ്ടാക്കാന്ന് വിചാരിച്ചപ്പോഴോ ഞാൻ കുറച്ച് ചായ ഉണ്ടാക്കിത്താ തൊണ്ണ കിരിയിരിക്കുന്നെന്ന്. നമുക്ക് പിന്നെ ഒന്നും ഇല്ലല്ലോ. ഞാനൊരു ഒരു മിനിറ്റ് ചായ തിളച്ചു പോന്നേ. എന്റെ കണ്ണു തെറ്റാ നോക്കിയിരിക്കുവാന്നേ ചായ തിളച്ചു പോവാൻ. അതും പ്രത്യേകിച്ച് നമ്മൾ മിണ്ടിയും പറഞ്ഞിരിക്കുമ്പോഴേ. ഉള്ളി ഞെരടിയ അയലോക്കത്തുള്ളവരെ കൂടെ കരയുമല്ലേ. എന്തൊരവസ്ഥയാണ്. ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണ്. ഞാൻ ആകെ 2 പ്രാവശ്യമേ കരഞ്ഞിട്ടുള്ളൂ. ഒന്ന് ആകാശദൂത് സിനിമ കണ്ടപ്പോഴും പിന്നെ ഈ പണ്ടര ഉള്ളി. അയ്യോ ഒരു രക്ഷയില്ല കേട്ടോ. ഇങ്ങനെ ഇത് കണ്ടോ, ഇതുപോലെ ഗോതമ്പ് മാവ് ഇട്ടിട്ട് കുഴച്ചെടുത്താൽ മതി. എന്നിട്ടാ ഞങ്ങൾ സാധാരണ ഇതിനകത്ത് ഗോതമ്പ് മാവും മറ്റേ തേങ്ങ കൂടെ ചേർത്ത് കുഴച്ചെടുക്കുക. നല്ല ടേസ്റ്റ് അല്ലേ? അടയെന്നായിരുന്നു പറഞ്ഞത്. ചായ വേണോ? ഞാൻ ഒരു സത്യം പറയട്ടെ, ഒരു പെൺകുട്ടിയും അറിഞ്ഞുകൊണ്ട് ഫെമിനിസ്റ്റ് ആകുന്നതല്ല. അല്ലാതെ തമ്പുരാൻ അവള് ജനിക്കുന്ന ഇവളെ ഫെമിനിസ്റ്റ് ആക്കിയേക്കാം, അവളെ ഫെമിനിസ്റ്റ് ആക്കാം, അങ്ങനല്ല. സാഹചര്യമാണ് അവരെ ഫെമിനിസ്റ്റ് ആക്കുന്നത്. ഇതുപോലെ ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ സിക്ക് ഞാനാവട്ടോ. എന്നാ മേലാത്തതല്ലേ. ഇച്ചിരി അട ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ചാൽ ഇമാര് സമ്മതിക്കല. ഇമാർ എന്നെ കൊണ്ട് അടയ്ക്ക് വള്ളി ഇടിയിപ്പിക്കും. അടയ്ക്ക് വള്ളി ഇട്ട് തന്നെയാന്ന് ഇനിയും ചോദിച്ചേക്കരുത്. അടി തരാവേ. അപ്പൊ ശരി, ഇവിടുത്തെ യുദ്ധം തുടങ്ങട്ടെ, നിങ്ങളുടെ പരിപാടി നടക്കട്ടെ. ഞാൻ നോക്കിയിട്ട് എന്ന് തീരും എന്റെ കഷ്ടം ഇന്നി മഞ്ഞിലേ, അന്നു മാറും എന്റെ ശാസ്ത്രം നിശ്ചലം തന്നെ. ഓ ഒരു രക്ഷയില്ല. നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനം ഈ അട കേട്ടോ. എല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷെ എന്നാലും ഇച്ചിരി ഗോതമ്പും തേങ്ങയൊക്കെ ഉണ്ടല്ലേ, പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാവുന്നതല്ലേ. ഇച്ചിരി ഉപ്പും ചേർത്താൽ മതി. പിള്ളേർക്കൊക്കെയാണ് ഇച്ചിരി മധുരവും ചേർക്കാവേ, നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഗോതമ്പും കൊണ്ടും ഉണ്ടാക്കാം, മൈദ കൊണ്ടും ഉണ്ടാക്കാം. ഞാൻ ഗോതമ്പും കൊണ്ടും ഉണ്ടാക്കുന്ന ജസ്റ്റിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. പണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലേ മമ്മി മൈദയ്ക്കകത്ത് ഇച്ചിരി മുട്ടയും പൊട്ടിച്ചൊഴിച്ച് ഇച്ചിരി എന്താ പറയുന്നത്, നമ്മുടെ പഞ്ചസാരയും ഷുഗറും കൂടെ ആഡ് ചെയ്ത്
ഉണ്ടാക്കി തരുമായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇതിപ്പോൾ എനിക്കിന്ന് ജോലിയും കൂലിയും ഒന്നും ഇല്ലായിരുന്നേ, എന്നാലും തിരക്കായിപ്പോയി. രാവിലെ എന്നാൽ പള്ളിയിൽ പോയോ അതൊട്ടില്ല താനുവന്നേ, ഞാൻ പറഞ്ഞില്ലായിരുന്നു പനിക്കോളൊക്കെ ആയതുകൊണ്ട് പള്ളിയിൽ പോയില്ല. പിന്നെ പള്ളി മുഴുവൻ ചുമച്ചിരുന്നു. ഇതിപ്പം മമ്മി ആരോടെ പറയും, പിന്നെ എല്ലാ ലൂസിഫർ സിനിമയും കണ്ട് നടന്നാൽ മതി, ലൂസിഫർ കുഞ്ഞുങ്ങളാന്നൊക്കെ പറഞ്ഞ് മമ്മിയുടെ വേദോപദേശം വേറെ കേൾക്കാം കേട്ടോ. ഈ ചുമയൊക്കെ പിടിച്ച് എങ്ങനെ പോകാനാന്നേ, നല്ല ഡോൾബി അറ്റ്മോസ് ചുമയാ, പള്ളി ഇരിക്കുന്നവർ ഇറങ്ങി ഓടും. അപ്പം ശരി എന്നാൽ അടയുണ്ടാക്കിയേച്ചും വരാവേ.